സൂമിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും ഒക്കെ ഈ വചനം കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവഭക്തരായ വനിതകൾ, ബൈബിളിലെ ഭക്ത വനിതകൾ എന്ന ആ ക്ലാസ്സിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. മാതൃകയുള്ള ആളുകളുടെ നല്ല ജീവിത മാതൃകകൾ എല്ലാ കാലത്തും നമുക്ക് അനുകരിക്കുവാൻ കൊള്ളാവുന്നതാണ്. കർത്താവായ യേശുവിൻ്റെ ജീവിതവും അതുപോലെ ദൈവഭക്തരായ നിരവധി ബൈബിൾ ക്യാരക്ടേഴ്സും നമ്മുടെ മുമ്പിലുണ്ട്. ദൈവഭക്തരായ അനേകം ദൈവദാസിദാസന്മാരെ നമുക്ക് പരിചയമുണ്ട്. ഇന്ന് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മാതാവായിരുന്ന മറിയയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളരെ വേഗം ഈ വിഷയത്തിലേക്ക് മറിയയുടെ ജീവിതത്തെക്കുറിച്ച് ഇന്ന് പഠിക്കുവാൻ ശ്രമിക്കാം. വളരെ പ്രോത്സാഹനം നൽകുന്ന ദൈവഭക്തി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു മറിയയുടേത്. തുടക്കത്തിൽ ആദ്യം തന്നെ നമുക്ക് ബൈബിളിൽ നിന്ന് മറിയ തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് ആദ്യമായിട്ട് വായിച്ച് കേൾക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-38 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സസ് 37 and 38. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ നാം ഈ മറിയയിൽ നിന്ന് കേൾക്കുവാൻ ഈ ഭാഗത്ത് ഇടയായത്. തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി, അതെത്ര അപമാനമുണ്ടാക്കുന്നതാണെങ്കിലും വേദന ഉണ്ടാക്കുന്നതാണെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി തന്നെത്താൻ അവൾ സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ദൈവദൂതനോട് പറയുകയാണ്, അങ്ങയുടെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ, അതിന് ഞാൻ വില്ലിംഗ് ആണ്, അതിന് ഞാൻ തയ്യാറാണ് എന്ന് മറിയ പറഞ്ഞു. തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഇങ്ങനെയുള്ള ഒരു ആത്മീക ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള സമർപ്പണ ജീവിതത്തിന്മേലാണ് ദൈവത്തിന് ഒരാളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അനുഗ്രഹിക്കുവാനും കഴിയുന്നത്. മറിയയെക്കുറിച്ച് ചില കാര്യങ്ങൾ ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാം. മറിയ എന്ന വാക്കിൻ്റെ അർത്ഥം, മേരി എന്ന ഇംഗ്ലീഷിൽ പറയുന്ന വാക്കിൻ്റെ അർത്ഥം പല അർത്ഥങ്ങളുണ്ടെങ്കിലും കയ്പ്, ബിറ്റർനെസ് എന്ന ഒരർത്ഥം അതിനുണ്ട്. കൂടാതെ പ്രിയപ്പെട്ടവൾ, ബിലവഡ് എന്ന ഒരർത്ഥവും അതിനുണ്ട്. എബ്രായ ഭാഷയിൽ മിറിയം എന്നോ മറിയം എന്നോ ആണ് ഈ വാക്കിന് പറയുന്നത്, ഈ പേരിന് പറയുന്നത്. ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അറിവിലുണ്ടായിരിക്കട്ടെ. മറിയയെക്കുറിച്ച് പറഞ്ഞാൽ അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ മാതാവായിരുന്നു മറിയ എന്നുള്ളതാണ്. ക്രിസ്തുവിനെ, യേശുവിനെ ഈ ഭൂമിയിലേക്ക്, മശിഹായെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമായിരുന്നു മറിയ. മറിയയെക്കുറിച്ച് വീണ്ടും നമ്മൾ ചിന്തിച്ചാൽ, ഒരു യഹൂദ ദേശത്ത് ജനിച്ചു വളർന്ന ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ, ഗലീല പ്രദേശത്തുള്ള നസറേത്ത് എന്ന ചെറിയ പട്ടണത്തിലാണ് ഈ സ്ത്രീ, ഈ മറിയ വളർന്നു വന്നത് അഥവാ ജീവിച്ചത് എന്ന് കാണാൻ സാധിക്കും. മറിയയുടെ ഭർത്താവിൻ്റെ പേര് യോസഫ് എന്നായിരുന്നു. യോസഫ് ഒരു തടിപ്പണിക്കാരൻ, ആശാരിപ്പണിക്കാരനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നത്, അദ്ദേഹം നീതിമാനായ, ദൈവം മുമ്പാകെ നീതിയോടെ ജീവിക്കുന്ന ഒരു നല്ല ഹൃദയമുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു ഈ യോസഫ് എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച എലിസബത്തിൻ്റെ ഒരു ചാർച്ചക്കാരിയായിരുന്നു മറിയ എന്ന് തിരുവെഴുത്ത് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യം നോക്കുക. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 36. മറിയ എലിസബത്തിൻ്റെ ഒരു ചാർച്ചക്കാരിയായിരുന്നു, അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനിയും നാം റോമറുടെ പുസ്തകത്തിലും പിന്നെ തിമോത്തിയോസിൻ്റെ പുസ്തകത്തിലുമൊക്കെ യേശുവിനെക്കുറിച്ച് ദാവീദിൻ്റെ സന്തതി, ദാവീദിൻ്റെ വംശാവലിയിൽപ്പെട്ടയാൾ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മറിയ ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരുവളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് മറിയയെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ
തൻ്റെ പ്രസവത്തിന് ശേഷം ഈ യഹൂദന്മാരുടെ ആചാരപരമായ ശുദ്ധീകരണത്തിന് വേണ്ടി അവൾ വിധേയയായി ദൈവാലയത്തിൽ പോയി അതിനുള്ള യാഗമൊക്കെ അർപ്പിച്ചതായിട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 24 വരെ ഉള്ള ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. മോശയുടെ ന്യായപ്രമാണപ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. ഇവിടെ യഹൂദന്മാരുടെ ആചാരപരമായ ആ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് മറിയ വിധേയയായി എന്നിവിടെ കാണാൻ സാധിക്കും. ആ കാര്യങ്ങളൊക്കെയും നാം ഈ ഭാഗത്ത് വായിച്ച് കേട്ടുവല്ലോ. ഇനിയും തൻ്റെ ആദ്യ ജാതൻ്റെ ജനനത്തിന് ശേഷം, യേശു ജനിച്ച ശേഷം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായ പ്രകാരം യോസേഫും മറിയയും യേശു കുഞ്ഞുമായിട്ട് ചേർന്ന് മിസ്രൈം ദേശത്തേക്ക് ഓടിപ്പോകുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നതിൻ്റെ ആശയം, മറിയയ്ക്ക് ആ കാലത്ത് മിസ്രൈമിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് നോക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 13. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ മറിയ ഭർത്താവിനോടൊരുമിച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മിസ്രൈം ദേശത്തേക്ക് പോയി അവിടെ കുറേ കാലം പാർക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേ തുടർന്ന് ഈ മറിയ ഗലീല ദേശത്ത് വന്ന് നസ്രയത്തിൽ താമസിക്കുന്നതായിട്ടാണ് നമുക്ക് മത്തായി സുവിശേഷം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത്. മാത്യു 2 and verse 23 വായിക്കാം. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ഇവിടെ മറിയയും യോസേഫും യേശു കുഞ്ഞും നസ്രയത്തിൽ പോയി പാർക്കുന്നു. തുടർന്നുള്ള അനേക വർഷങ്ങൾ ആ കുടുംബം നസ്രയത്തിൽ തന്നെ ആയിരുന്നു. നസ്രായൻ എന്ന് അതുകൊണ്ടാണ് യേശുവിന് പേര് വന്നത്. ആ ചെറു പട്ടണത്തിൻ്റെ പേര് ചേർത്ത് യേശുവിനെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. നാം വീണ്ടും കാണുന്നു, യേശു കുഞ്ഞിനെയും കൊണ്ട് യേശുവിന് 12 വയസ്സുള്ളപ്പോൾ മറിയയും കുടുംബവും എല്ലാം ചേർന്ന് യെരൂശലേമിലെ ദൈവാലയത്തിൽ പോയി അവിടെ പെസഹ പെരുന്നാളിൽ പങ്കെടുക്കുവാനായിട്ട് പോകുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസ് 2-ാം അധ്യായം 41-42 വചനങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 41 and 42. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. ഇവിടെ യേശുവിനെയും കൊണ്ട് മറിയയും ഭർത്താവും എല്ലാം ചേർന്ന് കുടുംബമായിട്ടും യേശുവിന് 12 വയസ്സുള്ളപ്പോൾ യെരൂശലേമിലേക്ക് പോയി. ആ വർഷം മാത്രമല്ല, ആ കുടുംബം എല്ലാ വർഷവും അവർ പെസഹ പെരുന്നാളിന് വേണ്ടി പോവുക പതിവായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. തുടർന്ന് നാം കാണുന്നു, കാനായിൽ ഒരു കല്യാണം ഉണ്ടായപ്പോൾ മറിയയും ആ വീട്ടിലുണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും ആ വിവാഹ ചടങ്ങിൽ ക്ഷണിച്ചിരുന്നു. നമുക്കവിടെ മറിയയെ കാണാൻ സാധിക്കും. അത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-2 വചനങ്ങളിലാണ് നാം കാണുന്നത്. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സസ് 1 and 2 വായിക്കാം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ അമ്മയായ മറിയ ആ വീട്ടിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മറിയയെക്കുറിച്ചുള്ള പല കാര്യങ്ങളാണ് തിരുവെഴുത്തിൽ പലയിടത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നാം ചില കാര്യങ്ങൾ മറിയയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനാണ് ഈ ഭാഗങ്ങൾ വായിച്ച് കേൾക്കുന്നത്. അതിനുശേഷം യേശുവിൻ്റെ ശുശ്രൂഷ പരസ്യവേല തുടങ്ങിയതിന് ശേഷം പല സമയത്തും മറിയ യേശുവിൻ്റെ ആ പരസ്യ ശുശ്രൂഷയുടെ ഘട്ടങ്ങളിൽ പോവുകയും അവിടെയൊക്കെ നിൽക്കുകയും അതിൽ പങ്കാളിയാകുകയും ചെയ്തതായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിലൊരു പ്രസക്ത ഭാഗം മത്തായി 12-ാം അധ്യായം 46-ാം വചനം വായിക്കാം. മാത്യു 12 വേഴ്സ് 46.
അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തുനിന്നു. ഇവിടെ യേശുവിൻ്റെ അമ്മയായ മറിയയും തൻ്റെ സഹോദരന്മാരും ഒക്കെയും ആ മിനിസ്ട്രിയുടെ ഇടയിൽ ഒരു സമയത്ത് യേശുവിനെ കാണുവാനും വിശേഷങ്ങൾ അന്വേഷിക്കുവാനും സഹായങ്ങൾ വേണമെങ്കിൽ ചെയ്യാനും അങ്ങനെയൊക്കെ ആയിരിക്കാം യേശുവിനെ കാണാനായിട്ട് വിസിറ്റ് ചെയ്യാൻ വന്നു. ഇത് ഒരു പ്രാവശ്യമല്ല, പലപ്പോഴും മറിയ യേശുവിൻ്റെ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകുകയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി കർത്താവായ യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത്, യേശുവിൻ്റെ അടക്ക സമയത്ത്, യേശുവിൻ്റെ പുനരുത്ഥാന സമയത്ത്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയത്തും അതിനുശേഷവും ഒക്കെ മറിയയുടെ സാന്നിധ്യം നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യം നമുക്ക് നോക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 19 വേഴ്സ് 25 വായിക്കാം. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ഇവിടെ യേശുവിൻ്റെ ക്രൂശിൻ്റെ അടുത്ത് ആ സങ്കടകരമായ ദാരുണമായ പ്രയാസം ഉള്ള വേദന നിറഞ്ഞ ആ സാഹചര്യത്തിൽ യേശുവിൻ്റെ അമ്മയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് വളരെ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. നിൻ്റെ പ്രാണനിലും ഒരു വാൾ കടക്കും എന്ന് ശിമയോൻ സംസാരിച്ച കാര്യം അവിടെ നിറവേറി. തൻ്റെ സ്വന്തം മകൻ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അത് കണ്ടു നിൽക്കുവാൻ ഒരുപക്ഷെ മറിയയ്ക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണിതെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ രംഗം കണ്ടുകൊണ്ട് മറിയയും അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് നാം കാണുന്നത് കർത്താവായ യേശു തൻ്റെ ശിഷ്യനായ യോഹന്നാനെ മറിയയുടെ, തൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കുന്ന ഭാഗമാണ്. അത് 27-ാം വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം ആ വായിച്ച അധ്യായത്തിൽ തന്നെ 27-ാം വചനം കൂടെ വായിക്കാം. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. ഇത് അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ മറിയയെ അതിനുശേഷം തൻ്റെ അമ്മയെപ്പോലെ തൻ്റെ വീട്ടിൽ സ്വീകരിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒടുവിലായി ഒരു വചനം കൂടെ അത് സംബന്ധിച്ച് വായിക്കാം. അത് അപ്പർ റൂമിൽ ശിഷ്യന്മാരും ഒക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ അമ്മയായ മറിയയും ഉണ്ടായിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 14 വായിക്കാം. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. ഇവിടെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയും ചില സഹോദരന്മാരും ഒക്കെയും അതിൽ കൂടി പ്രാർത്ഥനയ്ക്കായിട്ട് അവർ കൂടിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ ജനനം മുതൽ തൻ്റെ മിനിസ്ട്രിയിലുടനീളം, അതിനുശേഷം പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ പകരപ്പെടുന്ന ആ ദിവസമൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ മറിയ വളരെ ആക്റ്റീവായിട്ട് യേശുവിൻ്റെ മിനിസ്ട്രിയിൽ ഒരു പങ്കാളിയായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മഹതിയുടെ ജീവിതം നമുക്ക് വളരെ പ്രോത്സാഹനം നൽകുന്നതാണ്. ഈ മറിയയുടെ ജീവിതത്തിലെ സുപ്രധാനങ്ങളായ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഇനിയും നമുക്ക് ചിന്തിക്കാം. സം ഗോഡ്ലി ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ ലൈഫ് ഓഫ് മേരി, ദി മദർ ഓഫ് ജീസസ്. നമുക്ക് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും നല്ല മാതൃകകളെ പിൻപറ്റുവാൻ നമുക്ക് മനസ്സുവെക്കുകയും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ, മറിയയിൽ കണ്ട ഈ നല്ല സ്വഭാവങ്ങൾ ഒക്കെയും എനിക്കും വേണം, എനിക്കത് നൽകണമേ, എന്നെ ആ ഒരു അനുഭവത്തിലേക്ക് നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചിന്തിക്കാം. ഞാൻ ഏതാനും കാര്യങ്ങൾ ഈ ദൈവഭക്തയായ സ്ത്രീയുടെ ജീവിതത്തിൽ നിന്നും നല്ല മാതൃകകൾ ചിലതുള്ളത് ചൂണ്ടിക്കാണിക്കട്ടെ. ഒന്നാമത്തെ കാര്യം നാം ആദ്യം വായിച്ച വാക്യത്തിലുണ്ട്. ആബ്സല്യൂട്ട് സബ്മിഷൻ ആൻഡ് സറണ്ടർ ടു ഗാഡ്സ് പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതികൾക്കും പരിപാടികൾക്കും സമ്പൂർണ്ണമായിട്ടും തന്നെ സമർപ്പിക്കുന്ന ഒരു സമർപ്പണ ജീവിതം മറിയയ്ക്ക് ഉണ്ടായിരുന്നു. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ അത് വായിക്കാം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 38. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി. ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ വന്ന് മറിയയോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നിനക്കൊരു മകൻ ജനിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല അവൾക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, നിൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് മച്ചിയായിരുന്നവൾക്ക് ഇപ്പോൾ 6-ാം മാസമാണ്, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവദൂതൻ ഈ യുവതിയെ ധൈര്യപ്പെടുത്തി
ആ ധൈര്യം കൂടെ കിട്ടിയപ്പോൾ അവൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൂതനോട് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഐ എം വില്ലിങ് ടു ടേക്ക് എനി ഷെയിം, എനി ബാഡ് നെയിം ഓർ എനി പ്രോബ്ലം. ഞാൻ അതിൻ്റെ എല്ലാ കോൺസിക്വൻസും അതിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി തന്നെത്താൻ സമർപ്പിച്ച ഒരു ദൈവദാസിയാണ് മറിയയിൽ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് നാം നമ്മെ തന്നെ സമർപ്പിച്ചവരാണോ, നാം സമർപ്പിക്കുവാൻ മനസ്സുള്ളവരാണോ എന്ന് നമുക്ക് ഇന്ന് രാത്രി നമ്മെ തന്നെ പരിശോധിക്കാം. അവളുടെ ജീവിതത്തിൽ ഉള്ള ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ, ഗബ്രിയേൽ സംസാരിച്ചപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമായിരുന്നു. അവളുടെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത ഒരു കാര്യമാണ്. അത് സംശയമായിട്ടല്ല, ഒരു ക്ലാരിഫിക്കേഷനായിട്ട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഒരു കന്യകയാണല്ലോ, എങ്ങനെ എനിക്ക് ഒരു മകൻ ജനിക്കും എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ആണ് ദൂതൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ പ്രവർത്തിച്ച് നിനക്കൊരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ മറിയ അതേറ്റെടുത്തു, അത് കണ്ണുമടച്ച് വിശ്വസിച്ചു, തന്നെത്താൻ സമർപ്പിച്ചു. ഇവിടെ നമുക്ക് രസകരമായൊരു കാര്യം, ഇതേ സമയത്ത് കുറച്ചു കാലം മുമ്പ്, 6 മാസം മുമ്പ് സഖറിയാവിനും ദൈവത്തിൻ്റെ ദൂതൻ്റെ വെളിപ്പാടുണ്ടായി. അപ്പോൾ സഖറിയാവ് സംശയിച്ചു. അദ്ദേഹവുമായിട്ട് മറിയയെ ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് നോക്കിയാൽ, മറിയ ചെറുപ്പക്കാരിയാണ്, അവളൊരു സ്ത്രീയാണ്, പാവപ്പെട്ട വീട്ടിലേതാണ്. എന്നാൽ യോഹന്നാൻ്റെ പിതാവായ സഖറിയാസ് ആകട്ടെ, അദ്ദേഹം വൃദ്ധനായ വയസ്സുള്ള മനുഷ്യനാണ്, ഒരു പുരുഷനാണ്, സമൂഹത്തിൽ വലിയ പദവിയുള്ള വലിയൊരു പുരോഹിതനാണ്, ദേവാലയത്തിൽ കടന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിതനാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും സഖറിയാവ് സംശയിച്ചു, പക്ഷേ മറിയ സംശയിച്ചില്ല. അവളുടെ അവസ്ഥ നെഗറ്റീവായിരുന്നു, പല കാര്യങ്ങളിലും അവൾക്ക് ബലഹീനതയുണ്ടായിരുന്നു. എങ്കിലും അവൾ ദൈവത്തെ ആശ്രയിച്ച് മുറുകെ പിടിച്ചു. അതിൻ്റെ ഫലമായി അവൾക്ക് ദൈവിക അനുഗ്രഹം ലഭിച്ചു എന്ന് കാണാൻ സാധിക്കും. ഈ മറിയെക്കുറിച്ച് ചുരുക്കമായി പറഞ്ഞാൽ, അവൾ വളരെ സൽസ്വഭാവിയായ അനുഗ്രഹീത സ്വഭാവമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ദൈവത്തോട് അവൾ തികച്ചും സമർപ്പിതമായ ഒരു ജീവിതമായിരുന്നു മറിയയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ കാര്യം മറിയയുടെ ജീവിതത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത്, അവളുടെ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള അനുസരണവും അതുപോലെ ദൈവഭക്തിയും പവിത്രമായൊരു ജീവിതവും ഇതെല്ലാം ചേർന്ന് പോകുന്ന ഒരു ജീവിതമായിരുന്നു മറിയയുടേത്. മറിയയെക്കുറിച്ച് പറഞ്ഞാൽ വളരെ നല്ല ഗുണനിലവാരമുള്ള ഒരു യഹൂദ സ്ത്രീ ആയിരുന്നു ഈ മറിയ എന്ന് കാണാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ, മോശയുടെ കൽപ്പനകളൊക്കെ അക്ഷരം തെറ്റാതെ അനുസരിക്കുവാൻ മറിയ ശ്രദ്ധിച്ചിരുന്നു എന്നും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ദൃഷ്ടാന്തമാണ്, തനിക്ക് ആദ്യജാതൻ ജനിച്ചപ്പോൾ ദൈവകൽപ്പന അനുസരിച്ച് 8-ാം നാൾ അവനെ ദൈവാലയത്തിൽ കൊണ്ടുപോയി പരിച്ഛേദന ഏൽക്കുവാനായിട്ട് അവനെ ദൈവാലയത്തിൽ കൊണ്ട് സമർപ്പിച്ചു. അവിടെ മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്ന പ്രകാരമുള്ള ഒരു യാഗം അവിടെ അർപ്പിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23ഉം 24ഉം വാക്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 23 and 24 അത് വായിക്കാം. പടിഞ്ഞുലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ രണ്ട് പ്രാവും കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. ആ കാര്യത്തിൽ മറിയ വളരെ സ്ട്രിക്റ്റായിട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ചു, അതിനവൾ മനസ്സ് വെച്ചു എന്നിവിടെ കാണാൻ സാധിക്കും. ദൈവം എന്തു പറഞ്ഞോ, ഓഫറിങ് കൊടുക്കണം, അല്ലെങ്കിൽ നീ ഒരു യാഗം അർപ്പിക്കണം, പരിച്ഛേദന ഏൽപ്പിക്കണം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒന്ന് വിട്ടുകളയാതെ മറിയ അതനുസരിക്കുവാൻ മനസ്സ് വെച്ചു. രണ്ടാമത്തെ കാര്യം, ആണ്ടുതോറും അവർ കുടുംബമായി പെസഹ ആചരിക്കുവാൻ നസറേത്തിൽ പോയ ശേഷവും 100 കിലോമീറ്ററോളം യാത്ര ചെയ്ത് യെരൂശലേമിൽ വരിക പതിവായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആ വചനം കൂടെ വായിക്കാം. ലൂക്കോസ് 2-ാം അധ്യായം 41-ാം വചനം നോക്കുക. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 41. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. ഇവിടെ അമ്മയും അപ്പനും മറിയയും യോസേഫും പെസഹ ആചരിക്കുവാൻ യെരൂശലേമിലേക്ക് ആണ്ടുതോറും പോകുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. നാം മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ ആ സമൂഹത്തിൽ
പുരുഷന്മാർ മാത്രം ആണ്ടുതോറും ദൈവാലയത്തിൽ ഇങ്ങനെ പെസഹയ്ക്ക് പോയാൽ മതി, സ്ത്രീകളെല്ലാവരും പോകേണ്ട ആവശ്യമില്ല. എന്നാൽ മറിയ ഭർത്താവിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ പങ്കാളിയാകാനും കൂടെ നിൽക്കുവാനും ആണ്ടുതോറും ഭർത്താവിനോടൊപ്പം അവളും പെസഹ പെരുന്നാളിന് പോവുക പതിവായിരുന്നു എന്ന് ഇവിടെ നാം കാണുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയും ദൈവത്തോട് അനുസരണം കാണിക്കുകയും ദൈവഭക്തി പ്രകടിപ്പിക്കുകയും ദൈവത്തിലുള്ള വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സ്വഭാവമുള്ള ഒരു വനിതയായിരുന്നു ഈ മറിയ എന്ന് നാം കാണുന്നു. മൂന്നാമത്തെ ഒരു കാര്യം മറിയയെക്കുറിച്ച് പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി തുടിക്കുന്ന ഒരു നല്ല മനസ്സ്, ഒരു ഹൃദയം അവൾക്ക് ഉണ്ടായിരുന്നു. എ ഗുഡ് ഹാർട്ട് ഫോർ ഗാഡ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെയും ഈ മറിയ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. യേശുവിൻ്റെ ഗർഭധാരണവും പിന്നെ ജനനവും അതിനുശേഷം യേശു ദൈവാലയത്തിൽ പോയി അവിടെ സംഭവിച്ച കാര്യവും അവിടുത്തെ പുരോഹിതന്മാരോടൊക്കെ ചേർന്ന് സംസാരിക്കുന്നതും ആയ കാര്യങ്ങളൊക്കെ, ഈ കാര്യങ്ങളെല്ലാം മറിയ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു എന്നാണ് ലൂക്കോസ് പറയുന്നത്. ലൂക്കോസ് 2-ാം അധ്യായം 51-ാം വചനം വായിക്കാം. ലൂക്ക് 2:51. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം അമ്മയായ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. പ്രിയമുള്ളവരെ, ദൈവം നടത്തിയ വഴികളും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളും നാം മറന്നു പോകരുത്. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അത് ആത്മീകരായ വ്യക്തികളുടെ അടയാളമാകുന്നു. ഈ മറിയയെക്കുറിച്ച് പറഞ്ഞാൽ ഷീ വാസ് സ്പിരിച്വലി മൈൻഡഡ്. ദൈവം ചെയ്ത പ്രവർത്തികളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. തൻ്റെ മകൻ 12-ാം വയസ്സിൽ യെരുശലേമിൽ ചെന്ന് ചെയ്ത ആ വലിയ പ്രവൃത്തി, വലിയ പണ്ഡിതന്മാരോടും ദൈവാലയത്തിലെ പുരോഹിതന്മാരോടുമൊക്കെ ചേർന്ന് ദൈവാലയത്തിനകത്ത് യേശു സംവാദിക്കുന്ന ആ കാര്യം അവൾക്കത് മനസ്സിലായില്ല. അവളോട് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനുള്ള ആ സ്ഥലത്ത് ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്നൊക്കെയും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മറിയയ്ക്കറിയാം ഈ യേശു ദൈവപുത്രനാണ്, പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനാണ്. ഈ കാര്യങ്ങളൊക്കെയും മറിയയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ദൈവത്തിന് വേണ്ടി ഉള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കുക എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനായി സമർപ്പിക്കാം. ദൈവികമായ കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്ലാൻ ചെയ്യാനും പദ്ധതിയിടാനും പ്രവർത്തിക്കുവാനും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ അത്യാവശ്യമില്ലാത്ത ലോകത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നമ്മിൽ കൂടെ അധികമൊന്നും പ്രവർത്തിക്കുവാൻ പലപ്പോഴും സാധിക്കാതെയും വരുന്നുണ്ട്. മറിയയിൽ നിന്ന് നമുക്ക് അത് പഠിക്കാൻ കഴിയും. അടുത്ത ഒരു കാര്യം, 4-ാമത്തെ കാര്യം, മറിയയ്ക്ക് ബൈബിൾ നല്ല നിശ്ചയമുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നാം ഈ വേദഭാഗത്ത് വായിക്കുമ്പോൾ അന്നത്തെ ബൈബിളായ പഴയ നിയമം, തോറ, പഴയ നിയമത്തിലുള്ള പുസ്തകങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ മറിയ വായിച്ച് പഠിക്കുകയും ആ കാര്യങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കി മനസ്സിൽ വെക്കുകയും ചെയ്തിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് മറിയ എലിസബത്തിനെ കാണുവാനായിട്ട് പോയി. അവിടെ എലിസബത്തും മറിയയും തമ്മിൽ ഗ്രീറ്റ് ചെയ്തു. അവർ അന്യോന്യം സംസാരിച്ചു. അവർ ദൈവത്തിന് സ്തോത്രഗീതം പാടി. ഒരാൾ ആദ്യം പാടി, അത് എലിസബത്ത് ആയിരുന്നു. അപ്പോൾ അത് റെസ്പോണ്ട് ചെയ്തുകൊണ്ട്, അതിനോട് പ്രതികരിച്ചുകൊണ്ട് മറിയയും ഒരു നല്ല വർത്തമാനം, ഒരു നല്ല സംസാരം അവിടെ ചെയ്യുന്നു. നല്ലൊരു ഗീതം പോലെ പാടുന്നു. അത് നമുക്ക് വായിക്കാം. അത് വായിച്ചാൽ മനസ്സിലാകും, ദൈവവചനമായ പഴയ നിയമത്തിൻ്റെ വേദഭാഗങ്ങളൊക്കെയും മറിയയുടെ മനസ്സിൽ ഹൃദിസ്ഥമാക്കി വച്ചിരുന്നു. ആ വചനങ്ങൾ തന്നെയാണ്, അതിനോട് ചേർന്നുള്ള കാര്യങ്ങളാണ് മറിയ അവിടെ ആ പാട്ടായിട്ട് പാടുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 49 വരെ വായിക്കാം. ലൂക്ക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സസ് 46 to 49 നമുക്ക് വായിക്കാം. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധൻ തന്നെ. ഇവിടെ നാം കാണുന്നത്, ഇവൾക്ക്, ഈ മറിയയ്ക്ക് എവിടുന്നാണ് ഈ വാക്കുകളൊക്കെ കിട്ടിയത്? നാം പരിശോധിച്ചാൽ നാം ദൈവവചനത്തിൽ കാണുന്നു, ഈ വേദഭാഗം, മറിയയുടെ ഈ സംസാരിക്കുന്ന, ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ ഭാഗം 46 മുതൽ 53 വരെയുള്ള വചനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ,
ഇത് പഴയ നിയമത്തിൽ 1 ശമൂവേൽ 2-ാം അധ്യായം 1 മുതൽ 10 വരെ ഉള്ള ഹന്നയുടെ ആ പ്രാർത്ഥനയാണ്. അതിൻ്റെ ഒരു പാരലായിരിക്കുന്ന ഒരു ഭാഗമാണിത്. അതാണ് മറിയയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിനോട് ചേർന്ന് അതേ കാര്യം മറ്റൊരു രീതിയിലാണ് ഇവിടെ മറിയ അവതരിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതെ, മറിയയുടെ ഹൃദയത്തിൽ ദൈവവചനം താൻ സംഗ്രഹിച്ച് വെച്ചിരുന്നു. അത് ഒരാവശ്യം വന്നപ്പോൾ പറയുവാൻ തക്കവണ്ണം തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് നമുക്കൊരു വെല്ലുവിളിയാണ്. ദൈവവചനമായ ബൈബിൾ നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. നാം എത്രമാത്രം ആ വചനവുമായിട്ട് ബൈബിളുമായിട്ട് നമുക്ക് പരിചയമുണ്ട്? ഹൗ മച്ച് ഫെമിലിയാരിറ്റി ഡു വി ഹാവ് വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്? ഈ കാലങ്ങളിൽ ദൈവവചനം കൂടുതൽ വായിക്കുവാനും ധ്യാനിക്കുവാനും ഹൃദയസ്ഥമാക്കുവാനും ഈ ഭാഗം നമ്മെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിലായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയും മറിയയ്ക്ക് അറിയാമായിരുന്നു. ആ വചനങ്ങളെ താൻ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ പദ്ധതികളെ അതിനോട് താൻ വിശ്വസ്തത പുലർത്തി എന്നാണ് കാണാൻ സാധിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 50 മുതൽ 55 വരെ വായിക്കുമ്പോൾ ഈ ഭാഗം ഒടുവിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആ ഭാഗം പ്രത്യേകിച്ചും 54-ഉം 55-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 54 and 55. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ഇവിടെ ദൈവത്തെക്കുറിച്ച് ദൈവം ആരാണ് എന്നുള്ള കാര്യം മറിയ പ്രസ്താവിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും പിന്നെ ഇസ്ഹാക്കിനും പിന്നെ യാക്കോബിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് ദൈവം തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ ശക്തിയിലും തൻ്റെ നാമത്തിലുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള മറിയയുടെ വിശ്വാസമാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ നാം വളരെ ചെറിയ നമ്മെപ്പോലുള്ളൊരു വ്യക്തിയായി, ഒരു മനുഷ്യ വ്യക്തിയായിട്ട് നാം ചിന്തിക്കരുത്. നമ്മുടെ ദൈവം വലിയവനും ശക്തനും അത്യന്തം വലിയവനുമാണ്. അവൻ അഖിലാണ്ടത്തെ നിയന്ത്രിച്ച് നടത്തുന്ന വലിയവനായ ദൈവമാണ്. അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമുക്ക് ഇന്ന് രാത്രി ഈ വചനത്തോട് ചേർത്ത് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാം. മറിയ സമർപ്പണമുള്ള 100% കോൺസിക്വൻസും പ്രത്യാഘാതങ്ങളും ഒന്നും ഓർക്കാതെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് സമർപ്പിച്ചു. അതിൻ്റെ പേരിൽ ലഭിക്കുന്ന എന്ത് മാനക്കേടും ഞാൻ സഹിച്ചുകൊള്ളാം, ദൈവത്തിൻ്റെ വേല എന്നിൽ കൂടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത ഒരു മഹതിയായിരുന്നു ഈ മറിയ. അവൾ ദൈവത്തെ അനുസരിക്കുന്നവളും വിശുദ്ധമായി ജീവിക്കുന്നവളുമായിരുന്നു. അതുകൊണ്ടൊക്കെയാണല്ലോ ദൈവം ഈ വലിയ പ്രവൃത്തിക്കായി ഈ പാവപ്പെട്ട യുവതിയെ ആ തലമുറയിൽ തിരഞ്ഞെടുത്തത്. ദൈവം ഇന്നും നമ്മയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പ്രവൃത്തി നമ്മെ ഏൽപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കുമോ? ആർ വി അവൈലബിൾ ടു ഗാഡ്? ആർ വി ദ റൈറ്റ് പീപ്പിൾ ഫോർ ഗാഡ് ടു എൻട്രസ്റ്റ് ഹിസ് ബിസിനസ്? ദൈവത്തിന് നമ്മെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാൻ കഴിയുമോ? മറിയെ ദൈവം ഒരു വലിയ കാര്യം ഏൽപ്പിച്ചു. അവൾ അത് സന്തോഷത്തോടെ താഴ്മയോടെ ഏറ്റെടുത്ത് ചെയ്തു. ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ഹൃദയം അവൾക്കുണ്ടായിരുന്നു. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവൾ മറക്കാതെ ഓർത്തിരുന്നു. ദൈവവചനമായ തിരുവെഴുത്തുകളെ അവൾ പഠിച്ചിരുന്നു. അവൾക്കറിയാമായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇന്ന് നാം ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള നല്ല മാതൃകകൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മറിയെപ്പോലെ താഴ്മയോടെ എളിമയോടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.